യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഈശോയിലേക്ക് നോക്കാം. ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കണ്ടുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടത്ത് നമുക്ക് സ്വസ്ഥമായിട്ടായിരിക്കാം. കർത്താവേ, ഈ കരുണയുടെ മണിക്കൂറിൽ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സീനായി മലയിൽ മോശ കണ്ട ദൈവമഹത്വം, കാർമൽ മലയിൽ ഏലിയ അനുഭവിച്ച ദൈവ സാന്നിധ്യം, സെഹിയോനോട്ടുശാലയിൽ പരിശുദ്ധാമ്മയോടുകൂടെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ അനുഭവിക്കുവാൻ ഇടയാക്കിയതുപോലെ ഞങ്ങളുടെ ഈ ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ കർത്താവേ നിന്നെ അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രീ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ശ്രീ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഈ കരുണയുടെ മണിക്കൂറിൽ തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ വചനഭാഗം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ഈ സുവിശേഷത്തിലൂടെ 3 പ്രധാനപ്പെട്ട കാര്യം തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ സുവിശേഷ വചനഭാഗം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈശോ ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും സംസാരിച്ചു. 2 കാറ്റഗറിയിൽപ്പെട്ട ജനസമൂഹം, ഒന്ന് ജനക്കൂട്ടവും മറ്റൊന്ന് ശിഷ്യരും. നമ്മളെല്ലാം ക്രിസ്ത്യാനികളാണ്, മാമോദിസ സ്വീകരിച്ച സഭയിൽ അംഗമായവരാണ്. പക്ഷേ ഇവിടെ വചനം പറയുന്നുണ്ട് 2 തരത്തിലുള്ള മനോഭാവം, ഒന്ന് ജനക്കൂട്ടത്തിൻ്റെയും ഒന്ന് ശിഷ്യത്വത്തിൻ്റെയും. കാരണം ലൂക്കയുടെ സുവിശേഷം 14-ാം അധ്യായം 25-ാം തിരുവചനം തൊട്ട് നമ്മൾ വചനം എങ്ങനെയാണ് വായിക്കുന്നത്? തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യത്വ മനോഭാവം. സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കാം, കുടുംബസ്ഥ ജീവിതമൊക്കെ നയിക്കുന്നവർക്ക് ഇത് സാധ്യമായ ഒരു കാര്യമാണ്. ഇവിടെ ക്രിസ്തു പറയുന്നത് മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനോഭാവമാണ്. അതുകൊണ്ടാണ് പത്രോസിന് തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നതിന് മുമ്പ് ഈശോ ഈ കാര്യം വ്യക്തമായി ചോദിക്കുന്നുണ്ട്. പത്രോസേ, ശിമയോൻ്റെ പുത്രനായ പത്രോസേ, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? 1 വട്ടമല്ല, 3 വട്ടം ഈശോ ഈ കാര്യം പത്രോസിനോട് ചോദിക്കുന്നുണ്ട്. യോനായുടെ പുത്രനായ ശിമയോനെ, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് ഈ കരുണയുടെ മണിക്കൂറിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പം നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, നമുക്കുള്ള മറ്റെന്തിനേക്കാളും അധികമായി ഈശോയെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? തുടർന്ന് വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു, അതുകൊണ്ട് അവർ പഠിപ്പിക്കുകയും അവർ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നത് നീ അനുസരിക്കണം, അത് നീ അനുഷ്ഠിക്കണം. പക്ഷേ അവരുടെ പ്രവൃത്തികൾ നീ അനുകരിക്കരുത്. കാരണം ഫരിസേയരെ നിയമജ്ഞരെക്കുറിച്ച് നമുക്കറിയാം, അവർ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇത് തിരുസഭയുടെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വചനഭാഗം കൂടിയാണ്. കാരണം നമുക്ക് ഒരു അഡ്രസ്സുള്ള മക്കളാണ് തിരുസഭാ മക്കൾ. കത്തോലിക്കാ തിരുസഭയുടെ മക്കളായ നമുക്ക് അനുദിനം ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ പ്രബോധനങ്ങളും സഭ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാം, ചില വൈദികരാവട്ടെ അല്ലെ മറ്റ് ശുശ്രൂഷകരാവട്ടെ, അവർ പറയുന്നത് പ്രവർത്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ സഭാ പ്രബോധനത്തിൽ ആശ്രയിക്കണം. വചനം പറയുന്നത് എന്താണ്, അതാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്, അതാണ് നിങ്ങൾ അനുകരിക്കേണ്ടത്. അതുകൊണ്ടാണ് വചനം ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിങ്ങൾ ഓടുമ്പം ആരെ കണ്ട് ഓടണമെന്ന് വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ യേശുവിനെ മുന്നിൽ കണ്ടു വേണം ഓടാൻ. ഇന്ന് നമുക്ക് ഒരു വൈദികരിൽ നിന്നോ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന ആരിൽ നിന്നോ ഒരു തിക്താനുഭവം നമുക്കുണ്ടാവുകയാണെങ്കിൽ പിന്നെ പള്ളിയിൽ പോകാത്ത അവസ്ഥ നമുക്കുണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ശുശ്രൂഷകളിൽ പങ്കെടുക്കാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് അവർ പഠിപ്പിക്കും, പക്ഷെ ചിലപ്പോൾ അവർ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈശോയെ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാൻ. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. കാരണം നമ്മളൊരിക്കലും മാമോദിസ മുങ്ങി തിരുസഭയിൽ നമ്മൾ അംഗമാകുമ്പോൾ നമ്മൾ ചിന്തിക്കണം,
നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ട ഒരു വ്യക്തിയല്ല. നമ്മളെന്നും സഭയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. നമുക്ക് പിന്നെ ഒറ്റയ്ക്കൊരു നിലനിൽപ്പില്ല. കാരണം നമ്മൾ തിരുസഭാ മക്കളാണ്. നമുക്കറിയാം, നമ്മൾ ഈ കരുണയുടെ മണിക്കൂറിൽ ലോകം മുഴുവനും വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമ്മൾ അറിയാം, ഈശോയാണ് നമ്മുടെ ദൈവം നമുക്ക് കരുണയായിട്ട് തന്ന ഈശോ. പിതാവായ ദൈവത്തിൻ്റെ കരുണയാണ് ഈശോ. അതുപോലെ നമുക്ക് പരിശുദ്ധ അമ്മ, അതുപോലെ മറ്റൊന്നാണ് തിരുസഭ. തിരുസഭയിൽ അംഗമാകാൻ നമുക്ക് സാധിച്ചു തന്നെ ഓർത്ത് നമ്മൾ ഈ ആരാധനയിൽ ആത്മാർത്ഥമായി നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം സഭയെക്കുറിച്ചൊക്കെ ഓരോ കുർബാനയിലും പറയുന്നത് നമുക്ക് വ്യക്തമായിട്ടറിയാം. സകല നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയെന്നാണ് സിറോ മലബാർ സഭയിൽ സഭയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ലാറ്റിനിലും അതുപോലെ തന്നെയാണ് പറയുന്നത്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, നിൻ്റെ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് ഞങ്ങൾക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. നമ്മുടെ പാപങ്ങൾ നോക്കിയിട്ടല്ല ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്. നമ്മൾ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളിലും നമുക്ക് കൂട്ടായിട്ട് തിരുസഭയുണ്ടെന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അതുപോലെ തുടർന്ന് വചനം പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം. നമ്മളൊരു കൂട്ടായ്മയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഈ ആരാധനയിൽ തന്നെ നിരവധി നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളത് ഒറ്റയ്ക്കാണ് ഈ പ്രാർത്ഥന നമ്മൾ സമർപ്പിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഒരു കുടുംബമായിട്ടാണ് ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നത്. കാരണം ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ നമുക്കറിയാം, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം ദൈവം തിരികെ കൊടുത്തു. അത് ഇരട്ടിയായി കൊടുത്തുവെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ ഏതെങ്കിലും പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മൾ ആത്മാവിൽ കണ്ട് ഈ വേദനയിലൂടെ കടന്നു പോകുന്ന അനേകരെ ഈ ആരാധനയിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ കടന്നു പോകുന്ന വേദനയിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളുടെ ജീവിതങ്ങളിൽ നീ ഇടപെടാൻ കരുണ കാണിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് വചനം ചിന്തിക്കുന്ന മറ്റൊരു കാര്യമാണ് ഹൃദയത്തിൻ്റെ കാപഠ്യം. കാരണം ഫരിസേയരും നിയമജ്ഞരും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നടത്തുന്ന ആത്മീയ ഭക്ത അഭ്യാസങ്ങളെക്കുറിച്ചൊക്കെ വചനം പറയുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം ഏത് രീതിയിലാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കും. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണോ നമ്മുടെ ആത്മീയ ജീവിതം? നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതും മറ്റു ഭക്ത അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണോ? ആഴമായ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം തുടർച്ചയായി വരുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്നതേ ഉള്ളോ, അത് നമുക്ക് ആഴമായ ബോധ്യം കിട്ടിയിട്ടാണോ നമ്മൾ ക്രൈസ്തവ ജീവിതം ജീവിക്കുന്നത്? കാരണം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 7-8 വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. കാരണം വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ നിക്ഷേപം. ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. എവിടെയാണ്? ക്രിസ്തുവിലാണോ എൻ്റെ ഹൃദയം ഞാൻ ഉറപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണ് 2 യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. 3-ാം അധ്യായം 21-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയം നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നീ എന്ത് ചോദിച്ചാലും ദൈവം നിനക്കത് സാധിച്ചു തരും. നമ്മുടെ ഹൃദയത്തിൻ്റെ നൈർമല്യം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മത്തായി 5:8 പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുപോലെ ലൂക്കായുടെ സുവിശേഷം നമുക്ക് കാണാം. 18-ാം അധ്യായം 9-ാം വാക്യം മുതൽ നമ്മൾ കാണുന്ന മറ്റൊരു ഉപമയാണ് ഫരിസേയനും ചുങ്കക്കാരനും. ഇവിടെ നമ്മൾ ഫരിസേയനെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഇദ്ദേഹം ഉപവസിക്കുന്നുണ്ട്, ദശാംശം നൽകുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം തന്നിൽ തന്നെ ആശ്രയിച്ചു. ഇതെല്ലാം തൻ്റെ കഴിവ് കൊണ്ടാണ് താൻ പള്ളിയിൽ പോകുന്നത്, താൻ ഉപവസിക്കുന്നത്, താൻ ദശാംശം കൊടുക്കുന്നതെന്ന ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായി. അദ്ദേഹത്തിന് മറ്റുള്ളവരോട് ഒരു പുച്ഛ മനോഭാവം, ചുങ്കക്കാരനെ പുച്ഛിക്കുന്നു. ഞാൻ ആ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മനോഭാവം ഇത് നമ്മുടെ കഴിവാണെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയാണ് നമ്മുടെ വിശുദ്ധി. ആ ബോധ്യം നമുക്കുണ്ടാവണം.
തുടർന്ന് വചനം പറയുന്നത് ഇങ്ങനെയാണ്: വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാകണം. ഇവിടെ ഫരിസേയ മനോഭാവം എന്ന് പറഞ്ഞാൽ അവർ വലിയവരാകണം, അവർക്ക് പ്രമുഖ സ്ഥാനം വഹിക്കണം, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവർ, ഈശോ പറയുകയാണ്, നിനക്ക് വലിയവനാകാൻ ഉണ്ടെങ്കിൽ നീ ശിഷ്യത്വ മനോഭാവം സ്വീകരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈശോയെ കണ്ട് ജീവിക്കണമെന്ന് പറയുന്നത്. കാരണം ഈശോ പറഞ്ഞതെല്ലാം ഈശോ പ്രവർത്തിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈശോ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഈ കാര്യം അവൻ കുരിശിൽ നടത്തി കാണിച്ചു. കുരിശ് മരണം വഹിച്ച് ഈശോ പറഞ്ഞ കാര്യം ചെയ്തു കാണിച്ചു. അതുകൊണ്ട് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ശുശ്രൂഷകനാണെന്ന് പറയുമ്പോൾ അവൻ ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് അവൻ ആ കാര്യം നമ്മളെ ചെയ്തു കാണിച്ചു. ഈശോ ചെയ്യാത്തതൊന്നും ചെയ്യാൻ നമ്മളോട് ഈശോ ആവശ്യപ്പെടുന്നില്ല. അവൻ ചെയ്തത് ചെയ്യാനേ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. അവൻ പറയുന്നതെല്ലാം ചെയ്തവനാണ്. നമുക്ക് ആ ബോധ്യം നമ്മളുടെ ഉണ്ടാവണം. നമ്മളിൽ ഈശോ നമ്മളെ ആ രീതിയിൽ നയിക്കാൻ നമുക്ക് ഈ ആരാധനയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ആരാധനയിൽ ഇപ്പം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും നിയോഗം നമ്മളൊരു കുടുംബമായിട്ട് ഈ ആരാധനയെ സമർപ്പിച്ച് നമുക്ക് ഓരോരുത്തരുടെയും നിയോഗത്തിൽ വ്യക്തിപരമായ ഈശോയെ ഞങ്ങളുടെ നിയോഗങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ സഭയോട് ചേർന്ന് ഞങ്ങൾ ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ നിയോഗങ്ങളും ഈ ആരാധനയെ സമർപ്പിക്കുമ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, സഭയുടെ വലിയ ഉത്തരവാദിത്തമാണ് ലോകം മുഴുവനും ഈശോയെ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന, എന്നും